കൊച്ചിയിൽ ഫ്രീഡം കളക്ടീവിന്റെ നേതൃത്വത്തിൽ ഗസ ഐക്യദാർഢ്യ നടത്തം സംഘടിപ്പിച്ചു. സാമൂഹ്യ സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖർ ഗസയ്ക്കായി നടന്നു. ഗസയിലെ ഇസ്രായേൽ വംശഹത്യയെ അപലപിച്ചും ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഫ്രീഡം കളക്ടീവ് കൊച്ചിയിൽ ഗസ വാക്ക് സംഘടിപ്പിച്ചത്. കൊച്ചി മേനക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നടത്തം മറൈൻ ഡ്രൈവിൽ അവസാനിച്ചു. യന്ത്രത്തോക്കുകളേക്കാൾ ശബ്ദം സമാധാനത്തിനുണ്ടെന്ന് പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച റാപ്പർ വേടൻ പറഞ്ഞു. പല യന്ത്രത്തോക്കുകളെക്കാളും ശബ്ദമുള്ളതായിരിക്കും സമാധാനകാംക്ഷികളുടെ സമരത്തിന്റെ ശബ്ദം. നന്ദി. മനുഷ്യൻ എവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ താൻ ക്രിസ്തുവിനെ കാണുകയാണെന്ന് ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു. എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും അത് ക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഈ പീഡിപ്പിക്കപ്പെടുന്നവന് ജാതി നോക്കണ്ട, മതം നോക്കരുത്, വർണ്ണം നോക്കരുത്. ആരായാലും മനുഷ്യൻ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അവൻ സംരക്ഷിക്കപ്പെടേണ്ടവനാണ്. ഗസ വിജയിക്കുമെന്നും വംശീയത തകരുമെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. ആ ജനതയുടെ പോരാട്ട വീര്യമാണ്, ആ ജനതയുടെ നിശ്ചയദാർഢ്യമാണ്, ആ ജനതയുടെ അതിജീവന ശേഷിയാണ് നമുക്ക് ഇപ്പോഴും ഈ എറണാകുളം പട്ടണത്തെ സാക്ഷി നിർത്തി പറയാൻ കഴിയുന്നത്. ഗസ വിജയിക്കും, വംശീയത തകരും എന്ന് നമുക്ക് പറയാൻ നമ്മൾ പ്രചോദിപ്പിക്കുന്നത്. അടിച്ചേൽപ്പിച്ച സമാധാനമല്ല ഗസയ്ക്ക് ആവശ്യമെന്ന് ഫ്രീഡം കളക്ടീവ് ചെയർമാൻ കെ അരവിന്ദാക്ഷൻ അഭിപ്രായപ്പെട്ടു. നമുക്ക് വേണ്ടത് ശാശ്വത സമാധാനമാണ്. അതിലേക്കുള്ള ഒരു തുടക്കം എന്ന നിലയിൽ ഞാൻ ഇതിൻ്റെ ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങളുടെ സഹായത്തിന് മുൻകൂറായി നന്ദി പറഞ്ഞുകൊണ്ട് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഫിയ ധരിച്ചാണ് ഭൂരിഭാഗം പേരും പരിപാടിയിൽ പങ്കെടുത്തത്. സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി, വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി, കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ, മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, സണ്ണിയം കബിക്കാട്, ശിവഗിരി മഠം പ്രതിനിധി സൂര്യശങ്കർ, നടി PM ലാലി, മാധ്യമപ്രവർത്തകരായ N മാധവൻകുട്ടി, R രാജഗോപാൽ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. മീഡിയ വൺ കൊച്ചി.